சொல்றீ ഗൈസ് ഞങ്ങളപ്പോൾ ഇന്ന് മേഘയുടെ എൻഗേജ്മെൻറ്റ് പോവാണ്. അപ്പോൾ നമ്മുടെ ടീം അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും സാധാരണ പോലെ തന്നെ ഒരു 10-20 പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ 4-7 പേരേ ഉള്ളൂ. മേഘയുടെ വീട് ആലപ്പുഴയിലാണ് കേട്ടോ. അപ്പോൾ അവൾ ഇവിടെയാണ് പഠിക്കുന്നത്, ഇവിടുത്തെ എൻ്റെ ക്ലാസ്മേറ്റാ. അവളുടെ എൻഗേജ്മെൻ്റ് ആണ് നാളെ. നമ്മളിന്ന് നൈറ്റ് 10:15 ട്രെയിനുണ്ട്. അതിന് പോയിട്ട് നമ്മൾ കുറച്ച് സ്ഥലം കൂടെയൊക്കെ ചുറ്റിപ്പാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആലപ്പുഴ ബ്ലോക്കിലേക്ക് നമ്മൾ ആദ്യം ഉച്ചക്കത്തുള്ളൊരു ട്രെയിന് പോകണമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ പെട്ടെന്ന് പ്ലാൻ മാറ്റി നമുക്ക് രാത്രി പോകാമെന്നാക്കി. ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ ഡെക്കാത്ത്ലിൽ നിന്ന് വാങ്ങിയ, ഞാനല്ല ചേച്ചി വാങ്ങിയത്, ടീഷർട്ടാണ്. ചേച്ചിയുടെ പാൻറ്റാണ്, ചേച്ചിയുടെ ചപ്പലാണ്, ചേച്ചിയുടെ വാച്ചാണ്, എല്ലാം ചേച്ചിയുടെയാണ്. അങ്ങനെ നമ്മൾ പോവാണ്. അപ്പോൾ ഒരു സദ്യ എപ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 10:15 ട്രെയിൻ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നമ്മൾ ബസ്സിൽ കയറി നേരെ റെയിൽവേ സ്റ്റേഷൻ പിടിച്ചു. നല്ല ഒടുക്കത്ത തിരക്കായിരുന്നു ബസ്സിൽ. റെയിൽവേ സ്റ്റേഷൻ എത്തി. അങ്ങനെ 1C ബസ്സിൽ കയറിയാലാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റുക. റെയിൽവേ സ്റ്റേഷൻ എത്തിയോണ്ടാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോയി. രാത്രി ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ പോയി. എഗ് റോസ്റ്റ് കഴിക്കണമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷെ ഞങ്ങൾ 4 പേര് മൈൻഡ് മാറ്റി ഷവർമ്മയാക്കി. പിന്നെ ഒരു അടിപൊളി ചായയും കൂടി കുടിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ പോയി കാത്തിരിക്കുന്നതായിരുന്നു. ട്രെയിൻ നല്ല ലേറ്റായിരുന്നു. ലൂഡോ കളിക്കാനൊക്കെ തുടങ്ങിയിട്ട് ക്ഷമയൊക്കെ നശിച്ച് തുടങ്ങിയിരുന്നു. പിന്നെ ട്രെയിൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒന്നും പറയണ്ട, നല്ല തിരക്ക്. ജനറലാണ് നമ്മൾ കയറിയത്. നമ്മൾ അവസാന നിമിഷം എടുത്ത പ്ലാനായിരുന്നല്ലോ. പിന്നെ എവിടെ നിന്ന് ടിക്കറ്റ് കിട്ടാനാണ്. അപ്പോൾ നമ്മൾ ജനറലിൽ കയറി. ഇത് കുറച്ച് നേരം കഴിഞ്ഞുള്ള സീനാട്ടോ. ഫസ്റ്റൊക്കെ നമ്മൾ നിൽക്കുമായിരുന്നു. പിന്നെ ഉറക്കം വരാതിരിക്കാൻ കേക്കും വെള്ളമൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ തുടങ്ങി. ഒരു 1:30 ആയ പിന്നെ കയ്യിൽ നിന്ന് പോയി തുടങ്ങി കേട്ടോ. ഇവരൊക്കെ പിന്നെ സിനിമയൊക്കെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു എല്ലാവരും. എൻ്റെ ഫോണിനും ചാർജ് ഇല്ല. എനിക്ക് എങ്ങനെയും ഒന്ന് കിടക്കണമായിരുന്നു. പെടലി വേനെടുക്കണം. അറിയാതെ ഉറങ്ങിയിട്ടൊന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിൽ പെടലി വേനെടുക്കും. സീനായിരുന്നു. ഓഫ്, എൻ്റെ മുഖം കണ്ടാൽ അറിയണേ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണെന്ന്. അത് കഴിഞ്ഞ് എന്താ നമ്മൾ എത്താറായിട്ടാണ്. നമ്മൾ ഒരു വെളുപ്പിന് ഒരു 4:55 ആയപ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോഴാണ് നല്ല മഴ. കോയമ്പത്തൂർ നല്ല ചൂടായിരുന്നു കേട്ടോ. നമ്മളിവിടെ നമ്മുടെ കേരളത്തിലേക്ക് എത്തിയപ്പോൾ മഴ. ഇപ്പം ഇവരെന്താ വിചാരിച്ചേക്കണേന്ന് അറിയാമോ? ഇവർക്ക് കേരളം എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ചപ്പാടേ മഴയെന്നായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോഴും മഴ. ഇനി ഇവിടെ വെയിലുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ വിശ്വസിക്കൂല. ഇവർ വിചാരിച്ചേക്കുന്നത് നമ്മുടെ ഇവിടെ എപ്പോഴും മഴയാണെന്നാണ്. പിന്നെ നമ്മൾ വന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എല്ലാത്തിനെയും കുത്തിപ്പൊക്കി. ആരും എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല ഉറങ്ങാത്തതുകൊണ്ട്. പിന്നെ കുത്തിപ്പൊക്കി റെഡിയാക്കി നമ്മൾ നേരെ ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ. മേഘേൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഇത് ദേവികുളങ്ങര എന്ന് പറയുന്ന ഒരു അമ്പലമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആശംസിച്ചുകൊണ്ട് ചടങ്ങ് ആരംഭിക്കുകയാണ്. കഴിക്കാൻ വേണ്ടി പോയി. അപ്പോഴാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ അഴീക്കൽ ബീച്ച് ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു കേട്ടോ. ഇനി പിന്നെ അഴീക്കൽ ബീച്ച് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ആലപ്പുഴ ബീച്ചും സാമ്പ്രാണിക്കൊടിയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പ്ലാൻ മാറ്റി അഴീക്കൽ ബീച്ചാക്കി. അപ്പോൾ ഇവർക്കൊന്നും ഫുഡ് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഈ വലിയ അരി കണ്ടപ്പോൾ തന്നെ ഇവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് നല്ലോണം പറ്റി. എൻ്റെ ഇല കണ്ടാൽ അറിയാലോ. അത് കഴിഞ്ഞ് എന്താ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അപ്പോഴും ഇവരെ ഫോട്ടോഷൂട്ട് തീർന്നിട്ടുണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷായി നമ്മൾ അഴീക്കൽ ബീച്ചിലേക്ക് പോകാൻ പോവാണ് ഗൈസ്. നല്ല സെറ്റ് വെതറായിരുന്നു കേട്ടോ. വെയിലെന്നുള്ള സാധനമില്ല. നല്ല മഴ ഇങ്ങനെ പൊടിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒന്നെങ്കിൽ മഴ പെയ്യും, മഴ ചാറ്റും, ഇല്ലെങ്കിൽ മഴയില്ല. നല്ല തണുത്ത കാറ്റ്, നല്ല സുഖമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇവർ നമ്മുടെ കേരളം എന്ന് വിചാരിച്ച് ഇത് തന്നെയാണെന്ന് വിചാരിച്ചു. ഈ അബ്രാമും പ്രദീപും പോയി കോട്ട് വാങ്ങിയിട്ട് വന്നു കേട്ടോ, മഴയുണ്ടെന്ന് പറഞ്ഞ്. അവന്മാർ കോട്ടിട്ടിട്ട് വന്നപ്പോൾ തന്നെ മഴയും പോയി. അത് കഴിഞ്ഞ് നമ്മൾ ഒരർമാദിക്കലായിരുന്നു. കടൽ കാണാത്ത പിള്ളേരെ പോലെ കിടന്ന് എന്തെല്ലോ കാട്ടിക്കൂട്ടി അവിടെ. One more dance and I might just fall in love. I know that
ഒരടിപൊളി ദിവസമായിരുന്നു കേട്ടോ. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട് പിടിക്കാൻ തീരുമാനിച്ചു. അപ്പം ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ ഒരു കടയിൽ കയറി. പൊറോട്ടയും ബീഫാണ് കഴിച്ചത്. ഇവിടെ വന്നിട്ടുണ്ട് ഇവർ ആലോചിക്കത്തും കൂടില്ല കേട്ടോ, പൊറോട്ടയും ബീഫും കഴിക്കാന്നേ പറയത്തുള്ളൂ. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ മേഘ എടുത്ത് പോയി അവളെ കണ്ടു, സംസാരിച്ചു. അവിടെ നിന്ന് ഡ്രസ്സ് ബാഗ് എടുത്തിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ പിടിച്ചു. ഒന്നും പറയാനില്ല, ഇന്നലത്തെ പോലെ തന്നെ തിരക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു. ട്രെയിനിൽ ജനറൽ ടിക്കറ്റ് എടുത്തത്. ആദ്യമൊന്നും സീറ്റ് കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല, കുറേ നേരം ഇവരൊക്കെ കുറേ നേരം നിന്നു. അത് കഴിഞ്ഞ് നമ്മൾ പൊക്കത്തൊക്കെ സീറ്റ് പിടിച്ച്, പക്ഷെ അനങ്ങാൻ പോലും രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ മിഡ് നൈറ്റ് ആയപ്പോഴാണ്, 2 മണി എങ്ങാണ്ടായപ്പോഴത്തേക്കും കോയമ്പത്തൂരെത്തി. ഇവരൊക്കെ ഇരുന്നും കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഇവർ ഉറങ്ങുന്നുണ്ടിട്ട് എനിക്ക് കൊതി, എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഇവർക്കൊക്കെ കാവലിരിക്കുമായിരുന്നു. എങ്ങനെയാണ് 5 മണിയാക്കിയെന്ന് എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ 5 മണിയായപ്പോൾ എന്നിട്ട് ഹോസ്റ്റലിലേക്ക് പോയിട്ടാ ഗൈസ്.